ഓക്കെ. എന്ത് അപരാധമാണ് സോണിച്ച? ആക്ച്വലി കാട്ടാളൻ സിനിമ നമ്മൾ 150 രൂപ കൊടുത്ത് പ്രേക്ഷകന് കയറുന്ന എന്തിനാ? നമ്മളെ മലയാളിയായിട്ടുള്ള പെപ്പെ കാണാനാണ്. നാക്കുളുക്കും, കോൾഡ് വാട്ടറാണ്, അപ്പോൾ രാവിലെയാണ്, പുറത്ത് മഴയാണ്, ഇപ്പോഴും നാക്കുളുക്കും, ചിലപ്പോൾ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം. ക്ഷമിക്കണമെന്നില്ല, പുച്ഛിച്ചാൽ മതി. ഞാൻ പറയുന്നത് 150 രൂപ കൊടുത്ത് എന്തിനാ കയറുന്നത്? നമ്മളെ മലയാളിയായിട്ടുള്ള പെപ്പയെ കാണാൻ. എസ് പറഞ്ഞോ, മലയാളിയായിട്ടുള്ള പെപ്പയെ കാണാൻ. ഇതേതോ ബംഗാളി പെപ്പയും കണ്ട, ഇതേതോ ബംഗാളി പെപ്പയാ, നമ്മളെ പെപ്പയൊന്നുമല്ല, ബംഗാളി പെപ്പ. ഒന്ന് ഞാൻ കാണിച്ചു തരാം. കുറേ താരങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. എനിക്ക് അവരുടെ ഒന്നും പേരറിയത്തില്ല, സോ കാസ്റ്റിംഗ് കാളൊന്ന് അടിച്ചു നോക്കാം. കാട്ടാളൻ കാസ്റ്റിംഗ് കാൾ. ഓക്കെ, അവരൊന്നും പേരറിയത്തില്ല. കാട്ടാളൻ കാസ്റ്റിംഗ് കാൾ. ഓരോരുത്തരായിട്ട് പറയാം. കുറേ പേരുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, എങ്ങനെയായാലും കാണിച്ചു തരാം ഞാൻ. സോ ഇതേതോ ബംഗാളി പെപ്പ. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് എനിക്ക് പറയാനുള്ളത്. മുടി ചുരുട്ടി, അതിനകത്ത് കളറടിച്ച്, ബോക്സ് അടിച്ച്, കാതിൽ കടുക്കാനിട്ട്, ഇതേത് ബംഗാളിയാ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് നമ്മളെ മലയാളി പെപ്പയൊന്നുമല്ല. നമ്മൾ 150 രൂപ എടുത്ത് കാണുന്നത് മലയാളി പെപ്പയെ കാണാനാ. ആ വലിയ സ്ക്രീനിൽ നിന്ന് അഴിഞ്ഞാടുന്നത് കാണാനാ, അല്ലേ സ്വർണ്ണോ? കുറേ താരങ്ങളുണ്ട്. പെപ്പയ്ക്ക് ബാക്കപ്പൊക്കെ വരുന്നുണ്ട്, കാണിച്ചു തരാം. പിന്നെ വേറൊരുത്തനുണ്ട്, അയാൾക്കുള്ള ഹരിശങ്കർ. ദാ ഇയാൾ. അതായത് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്. ഇതാ ഹരിശങ്കർ നാരായണൻ. ഇയാൾ ഒരു പോലീസ് ഓഫീസറാണ്. ഇയാൾ മലയാളമാണോ പറയുന്നത്, അല്ലെങ്കിൽ ഹിന്ദിയാണോ പറയുന്നത്, ബംഗാളിയാണോ പറയുന്നത്, മനസ്സിലാവുന്നില്ല. നല്ലൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, അൻസൻ പോളോ അങ്ങനെ പറയുന്ന അൻസൻ പോൾ. അയാളുണ്ട്, അൻസൻ പോളോ. നോക്കട്ടെ, അൻസൻ പോൾ. ഇയാൾ നല്ല ഫിഗറും, ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാം. നല്ല ഫിഗറും നല്ല ബോഡിയുമുള്ള ഈ മനുഷ്യനെ സൈഡാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഏതോ ഒരു ബംഗാളി ദാ ഹരിശങ്കർ ഇയാളെ കൊണ്ടുവന്ന്, അയാൾ മലയാളമാണോ പറയുന്നത്, തമിഴാണോ ഹിന്ദിയാണോ ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ സേട്ടാ, ആന്റണി സേട്ടാ, നിനക്ക് പറ്റൂലടാ, ഇത് എൻ്റെ കോട്ടയാടാ. എന്താ സേട്ടാ, ആന്റണി സേട്ടാ. ഈ മനുഷ്യനെയൊക്കെ ഈ മനുഷ്യനുണ്ടല്ലോ, സ്ട്രഗിളിൻ്റെ അങ്ങേയറ്റമാണ് ഇങ്ങേരി. നല്ല ബോഡിയുണ്ട്, നല്ല ഫിഗറുണ്ട്, നല്ല ഹെയർ സ്റ്റൈലുണ്ട്. സൈഡാക്കി നിർത്തി.
എന്നിട്ട് ഏതോ ഒരു ബംഗാളിയെ കൊണ്ടുവന്നിട്ട് ഇയാള് സുനിൽ ഈ സിനിമയുടെ വെർത്ത് എന്ന് പറയാൻ ഏതാണെന്നറിയാമോ? ഈ മനുഷ്യൻ്റെ ഡാൻസ് ഉണ്ട്. അതായത് അതുവരെ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് പകുതി വരെ കരിയോയിലും പിടിച്ചു കിടക്കുന്ന പെണ്ണുങ്ങൾക്കുള്ള ഇടയിൽ ഒരു ഐറ്റം ഡാൻസിൻ്റെ സോങ് വരുമ്പോഴത്തേക്ക് ഈ വെളുത്ത് തുടുത്ത് നല്ല ചക്ക മുലയുള്ള പെണ്ണുങ്ങൾ എവിടെ നിന്ന് വരുന്നത് എനിക്കറിയാൻ മേല. ചോദിക്കുകയാണ്, എനിക്ക് ഡൗട്ടാണ്, പറഞ്ഞ പ്ലീസ്. അതായത് അതുവരെ കരിയോലും ഇത് മേക്കപ്പ് ചെയ്ത് അല്ലെങ്കിൽ കരിയോയിലും തേച്ച് നടക്കുന്ന പെണ്ണുങ്ങൾക്കുള്ള ഇടയിൽ നിന്ന് ഐറ്റം സോങ്ങിൻ്റെ ആവശ്യമേ ഇല്ല, ഐറ്റം ഡാൻസിൻ്റെ അല്ലെങ്കിൽ ഡാൻസിൻ്റെ ഒരു പോർഷൻ എത്തുമ്പോഴത്തേക്ക് ഈ വെളുത്ത് തുടുത്ത പെണ്ണുങ്ങളൊക്കെ എവിടുന്ന് വരുന്നു എനിക്കറിയാൻ മേല. ശരി, ലോജിക്ക് വിട്, ലോജിക്ക് വേണ്ട. ഓരോ കാസ്റ്റിംഗ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു ഈ മനുഷ്യൻ്റെ കിടിലൻ ഡാൻസ് ഉണ്ട്. ഈ മനുഷ്യൻ്റെ കിടിലൻ ഡാൻസ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഒരു ചെയറിലിരുന്നിട്ടൊരു ഡാൻസും അല്ലാതെ ഇല്ല സിഗരറ്റ് വലിച്ചിട്ട് പുക പിടിച്ചൊരു ഡാൻസും, കിടിലൻ ഡാൻസ്. അത് സിനിമ 150 രൂപ ടിക്കറ്റ് എടുത്ത് കാട്ടാളം സിനിമയ്ക്ക് കയറുന്നുണ്ടെങ്കിൽ കിടിലൻ ഡാൻസ് കാണാം. ഇങ്ങേർക്കുള്ള 2 സ്റ്റെപ്പേ ഉള്ളൂ. അത് ഈ ഒരു സിഗരറ്റ് വലിച്ചിട്ട് പുക വിടുന്നതും ഈ ചെയറിലിരുന്നും ഒരു കാല് കൊണ്ടുള്ളൊരു സ്റ്റെപ്പ്, കിടിലൻ ഡാൻസ്, കിടിലൻ. ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ട്. വേറൊരുത്തനുണ്ട് കാസ്റ്റിംഗ് കാർഡിൽ ഇവനൊന്നും വരുന്നില്ല, അതാണ് വിഷയം. അവൻ്റെ പേരെന്തുവാ? അവൻ്റെ പേര് ഇവൻ എന്തിനായിരുന്നു സിനിമയിൽ? ഇവൻ എന്തിനായിരുന്നു? ചുമ്മാ 10 പേര് അറിയും, അതുകൊണ്ട് പിടിച്ച് കയറ്റി ഇല്ലേ? അതായത് 10 പേർക്ക് അറിയാം ഇവനെ. സോ അതുകൊണ്ട് അവരും കൂടെ കയറട്ടെ എന്ന് കരുതിട്ട് ഇവനെ പിടിച്ചാക്കി. വായ് അതിനകത്ത് പെപ്പയ്ക്കേ റോളില്ല, അല്ലെങ്കിൽ പെപ്പയ്ക്കേ സ്ഥാനമില്ല. ഒരു ഇത് പറഞ്ഞുതരാം. ഇത് കണ്ടിട്ട് അല്ല, അത് വിടും. ഇതിനകത്തൊരു ഇതുണ്ടേ, ഇതിനകത്ത് പെപ്പയ്ക്കേ സ്ഥാനമില്ല. അപ്പോഴത്തേക്കാണ് ഇവൻ പെപ്പയ്ക്ക് ബാക്കപ്പ് ആരാണെന്നറിയാമോ? പെപ്പ എന്തിനാണ് നമ്മൾ 150 രൂപ കൊടുത്ത് കാണുന്നത്? എന്തിനാണ് പെപ്പെ നമ്മൾ അഴിഞ്ഞാടുന്നത് കാണാനാണ്. എസ് ഓർ നോ? അല്ലേ? അത് മലയാളി സ്റ്റൈലിൽ അഴിഞ്ഞാടുന്നത് കാണാനാണ് നമ്മൾ 150 രൂപ കൊടുത്ത് കയറുന്നത്. ആണേ? എസ് ഓർ നോ? അത് പെപ്പെ എന്നല്ല, ഏത് നായകനായാലും പെപ്പെ അയാൾക്കുള്ള ഇടി കാണാനാണ്. അയാൾക്ക് എന്തിനാണ് ഈ നീളത്തിനുള്ള സാമാനം? അല്ലെങ്കിൽ ഈ നീളത്തിലുള്ള തോക്കെന്തിനാണ്? വെട്ടുകത്തി എന്തിനാണ്? അയാൾക്കുള്ള കൈയുള്ളപ്പം അയാൾക്കുള്ള കൈ തന്നെയാണ് ആയുധം. അല്ലേ? എസ് ഓർ നോ? എസ് ഓർ നോ? അയാൾക്കുള്ള കൈ തന്നെയാണ് ആയുധം, അല്ലെങ്കിൽ അയാൾക്കുള്ള ഇടി തന്നെയാണ് അയാൾക്കുള്ള പഞ്ച് എന്ന് പറയുന്നത്. അയാൾക്ക് എന്തിനാണ് ഈ വെട്ടുകത്തി? അല്ലെങ്കിൽ അയാൾക്ക് എന്തിനാണ് ഈ തോക്ക്? ഞരുമുര എന്തൊക്കെയോ. ഇനി പോട്ടെ. പെപ്പയ്ക്ക് ബാക്കപ്പ് ഉണ്ട്. ആരാണെന്നറിയോ? പെപ്പയ്ക്ക് ബാക്കപ്പ് ഉണ്ട്. കാണിച്ചിട്ടെ ആരാണെന്ന്. അതായത് ഇവർ വലിയ റൗഡീസാണേ. ഇവർ വലിയ ഗ്യാങ്ങുകളാണ്, ഭയങ്കര ഭീകരരാ. പക്ഷേ ഈ നീളത്തിലുള്ള സാമാനം 25 സാമാനം അവർക്ക് കടത്താൻ അറിഞ്ഞുകൂടാ. സിംഗപ്പൂർ, മലേഷ്യ, ശ്രീലങ്ക എന്ന് വേണ്ട, ഇവിടെ ഒന്നും ഇവർക്ക് ഹോൾഡും ഇല്ല. എന്നാൽ ഇവർക്കിത് കടത്തേം വേണം. എന്നാൽ അത് അവർക്ക് അറിഞ്ഞും കൂടാ എങ്ങനെ കടത്തണമെന്ന്. ഇത്രയും വലിയ ഗുണ്ടകളാണ്. ഇവിടെ ചീള് പിള്ളേർ, റിയാലിറ്റിയിൽ ചീള് പിള്ളേർ കേരളത്തിൽ എന്നല്ല എവിടെയാണെങ്കിലും കൂട്ടിക്കോ. ചീള് പിള്ളേർ, 18 19 വയസ്സുള്ള ചീള് പിള്ളേർ, ഒരു ഹോൾഡും ഇല്ലാത്ത പിള്ളേർ ഇന്നിവിടെ കഞ്ചാവ് വിൽക്കുന്നുണ്ട്. കഞ്ചാവ് എന്ന് വേണ്ട, MDMA ആരും അറിയാതെ കടത്തുന്നുമുണ്ട്. അതിൽ 10%
20% പിടിക്കപ്പെടുന്നുള്ളൂ. ബാക്കി 80% ഇതിലെ കൂടെ പോകുന്നുണ്ട്. അതും പാര കാരണമാണ് പൊക്കുന്നത്. അല്ലെങ്കിൽ കേരള പോലീസ് തലകുത്തി നിന്നാലും കുനിഞ്ഞു നിന്നാലും ഉമ്മാർക്കൊന്നും പിടിക്കാൻ പറ്റൂല. യെസ് പറഞ്ഞോ. ഇനി കേരള പോലീസ് എന്നല്ല, ഇനി ശ്രീരംഗം പോലീസ് വന്നാലും തമിഴ്നാട് പോലീസ് വന്നാലും ആന്ധ്ര പോലീസ് വന്നാലും കന്നഡ പോലീസ് വന്നാലും ഒരുത്തനെ പിടിക്കാൻ പറ്റില്ല. ഒറ്റാണ് മെയ്. യെസ് പറഞ്ഞോ, ഒറ്റാണ്. ഈ സിനിമയിലും പറയുന്നത് ഒറ്റാണ്. അതുകൊണ്ട് ഒരുത്തൻ വന്നാലും പിടിക്കാൻ പറ്റൂല. പക്ഷേ റിയാലിറ്റിയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സിനിമയിൽ വലിയ ഗുണ്ടകളാണ്, പക്ഷെ ഇവർക്കൊരു ഹോൾഡും ഇല്ല. പക്ഷേ ഇവർക്ക് ഈ സാമാനം വിൽക്കേ വേണം. അതെങ്ങനെയാണെന്ന് അറിഞ്ഞും കൂടാ. വായ്. റിയാലിറ്റിയിൽ നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് സിനിമയിലായിക്കൂടാ? വായ്. ഒന്ന്, പെപ്പയ്ക്ക് ബാക്കപ്പ് ഉണ്ട്. ആരാണെന്നറിയാവോ? നേരത്തെ പറഞ്ഞു വെച്ച കാര്യമാണ്. എനിക്ക് സമയമില്ല, എനിക്ക് ഓടാൻ പോകണം. 9:15. മനസ്സിലാവുന്നില്ലേ? പെപ്പയ്ക്ക് ബാക്കപ്പ് ഉണ്ട്. ആരാണെന്നറിയാവോ? ഇവള്. സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ. ഇവള് ബാക്കപ്പേ പെപ്പയ്ക്ക്. വായ്. പെപ്പയ്ക്ക് ബാക്കപ്പ്. ഇവള് മാത്രമല്ല, ഇവക്ക് ബാക്കപ്പ് ഉണ്ട്. ആരാണെന്നറിയാമോ? കൊച്ചു പിള്ളേരും ഇവനും. സ്ക്രീൻഷോട്ട് എടുക്കാം. കൊച്ചു പിള്ളേരും ഇവനും. അതായത് വലിയ ഡോണുകൾ അല്ലെങ്കിൽ വലിയ ഗുണ്ടകൾ എല്ലാവരെയും കിടുകിട വിറപ്പിക്കുന്ന ആൾക്കാർ ഇങ്ങനെ അഴിഞ്ഞാടി നിൽക്കുമ്പോൾ അവരെ വിറപ്പിക്കുന്ന ആരാന്നറിയാവോ? നേഴ്സറി പിള്ളേർ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുക. അവൻ്റെ അത്രയുള്ള തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴും കിടുകിട വിറയ്ക്കുക ഈ അധോലോകം. അതായത് കൊച്ചു പിള്ളേർ ഇവന്മാരുടെ മുന്നിൽ വന്ന് ഈ ഗണ്ണും പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഈ അധോലോകം ഇങ്ങനെ കിടുകിട വിറയ്ക്കുക. വായ്. പെപ്പയ്ക്ക് ബാക്കപ്പ് ചെയ്തു വെച്ചേക്കുന്നു. ആരോനോ പെപ്പയ്ക്ക് ബാക്കപ്പ്. ഒരു പെണ്ണ് അവർക്ക് ബാക്കപ്പ് ഉണ്ട്. അവർ ലാസ്റ്റ് എണീറ്റ് പോകരുതെന്ന് പറഞ്ഞു. ഒരു ഈ ഇൻ്റർവ്യൂവിൽ ലാസ്റ്റ് എണീറ്റ് പോകരുത്, നിങ്ങൾക്കൊരു സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നതാണ്. ആ സസ്പെൻസ് കണ്ടതുകൊണ്ട് പറയുന്നതാണ്. അറ്റ്ലീസ്റ്റ് പെപ്പയുടെ കൈ യൂസ് ചെയ്യാൻ അറിയാത്ത അല്ലെങ്കിൽ പെപ്പയുടെ കൈ യൂട്ടിലൈസ് ചെയ്യാൻ അറിയാത്തവന്മാരാണ് ലാസ്റ്റ് ക്ലൈമാക്സ് കൊണയ്ക്കാൻ നിൽക്കുന്നത്. അറ്റ്ലീസ്റ്റ് പെപ്പയുടെ കൈ യൂസ് ചെയ്യാൻ അറിഞ്ഞുവിടുന്നേ. കുറേ കൊടുവാളും ഇതും കൊടുത്തേക്കാണ്. എന്നാ വെട്ടി അരിഞ്ഞോ. ഇത് സ്ക്രീനിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. വെട്ടി അരിയുന്നുണ്ട്, രക്തം ചിന്തുന്നുണ്ട്, മറിച്ചത്. നമുക്ക് എഫക്റ്റ് ചെയ്യണ്ടേ? ഇതല്ലെങ്കിൽ അവനെ കൊന്നിട്ട് നമുക്ക് അത് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു സംഭവം നമുക്ക് കിട്ടണ്ടേത്. ആ ഒരു ഇമോഷൻ നമുക്ക് കിട്ടിയാലല്ലേ ആ പടം ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പറ്റൂ. ഒരു ഇമോഷൻസ് ഇല്ല. തുടങ്ങി ഇങ്ങനെ പോവുക. ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ പോകേണ്ടത്? ഇങ്ങനെയല്ലേ പോകേണ്ടത്? ഇതിങ്ങനെ പോവുക. വിഷമമുണ്ട്. പെപ്പെ യൂസ് ചെയ്യാൻ അറിയാത്തവന്മാരാണ് സിനിമ എടുത്തേക്കുന്നത്. വിഷമമുണ്ട്, സത്യം പറയാല്ലേ. പെപ്പെ യൂസ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവന്മാരാണ് സിനിമ എടുത്തേക്കുന്നത്. സോ ഇത് ഞാൻ സിനിമ ഇറങ്ങി 3ാമത്തെ ദിവസമാണ് ചെയ്യുന്നത്. 3ാമത്തെ ദിവസം. ഇന്നലെ ഞാൻ സിനിമ കാണാൻ പോയി. രേവതിയിലാണ്, പാരിപ്പള്ളിയിലാണ് പോയത്. ഞാനും കൂടെ കൂട്ടി എണ്ണിക്കൊണ്ട് 50 പേരേ ഉള്ളു. 50 പേരില്ല. 50 പേരൊന്നുമില്ല. എൻ്റെ സീറ്റ്, താഴത്തെ സീറ്റ്, മുകളിലത്തെ സീറ്റ്, അതിൻ്റെ മുകളിലത്തെ സീറ്റ്, അതും ഇത്ര ഉള്ളൊരു പോർഷൻ മാത്രമേ ഫില്ലായിട്ടുള്ളൂ. 50 പേര് കൂട്ടിക്കോ. 50 പേരില്ല, 50 താഴെ. അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് സിനിമ ഇറങ്ങിയതിൻ്റെ അന്നല്ല, ഫസ്റ്റ് ഡേ അല്ല, സെക്കൻഡ് ഡേ അല്ല, തേർഡ് അല്ല, ഇത് 4ാമത്തെ ദിവസമാണ് സിനിമ ഇറങ്ങിയിട്ട് ഞാൻ ചെയ്യുന്നത്. ആലോചിച്ച് വെക്കുക. അപ്പം പോലും ആളില്ല, ഇന്നലെ പോലും ആളില്ല. ഇത് പിറ്റേന്നാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഞാനായിട്ട് സിനിമ
മറ്റേത് മറിച്ചതും. കാരണം നെഗറ്റീവിന് ഇതുണ്ട്, ഏത് നെഗറ്റീവിന് ഒരു വിലയുണ്ട്, അതേ വിറ്റഴിക്കപ്പെടത്തുള്ളൂ. അതാണ് ഈ റിവ്യൂസൊക്കെ ചെയ്യുന്നത്. സോ ഞാൻ അത് ചെയ്യുന്നില്ല. ഞാൻ 4ാമത്തെ ദിവസമാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു പെയിനാണ് ഞാൻ പറഞ്ഞത്. 150 രൂപ മുടക്കി എൻ്റെ പൈസ പോയി എന്നുള്ളതൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പൈസ പോവാനുള്ളതാണ് കുഴപ്പം. അതൊന്നുമല്ല എൻ്റെ പൈസ, അയ്യോ 150 രൂപ പോയി, അങ്ങനെയല്ല. ചുരുക്കി പറഞ്ഞാൽ പെപ്പെ യൂട്ടിലൈസ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. പെപ്പയ്ക്ക് ബാക്കപ്പ് വരുന്നത് ഒരു പെണ്ണ്. ആലോചിച്ച് നോക്ക്. അതായത് പെപ്പെ ഈ അധോലോകത്തിൻ്റെ ഇടികൊണ്ട് വീഴുന്ന്, പെപ്പെ ഈ അടികൊണ്ട് വീഴുന്ന് ഇവരെ അടിച്ചിടാൻ, അതായത് പെപ്പെ അടിച്ചിടാൻ വരുന്നത് ഒരു പെണ്ണ്. വൈ വാട്ട് ദ പെപ്പെ അടിച്ചിടാൻ വരുന്നവന്മാരെ അടിച്ചിടാൻ ഒരു പെണ്ണ് വരുന്നു. അവളാണ് ഇവള്, ഞാൻ കാണിച്ചു തന്നവള്. അവക്കൊരു ബാക്കപ്പ് ഉണ്ട്, അതാണ് കൊച്ചു പിള്ളേരും ഹിപ്സ്റ്ററും. എങ്ങനെ പറയാതിരിക്കും? അറ്റ്ലീസ്റ്റ് സസ്പെൻസ് എന്ന് നിങ്ങൾ തിയേറ്റർ വിട്ട് വിടരുത്. ലാസ്റ്റ് ഷൂട്ടിങ്ങൊക്കെ കാണിച്ചേക്കുന്നത് എന്തിന്? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ എടുത്തെന്ന് അറിയിക്കാനാ. സിനിമ ഷൂട്ടിങ്ങൊക്കെ കാണിച്ചേക്കുന്നു ലാസ്റ്റ്. എന്നിട്ടാണ് ഈ നിങ്ങളിപ്പോൾ ഈ പറയുന്ന ഈ ഇൻ്റർവ്യൂ ഒക്കെ വന്ന് പറയുന്ന ഇത് സസ്പെൻസ് വെച്ചേക്കുന്നത്. ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് വീഡിയോ ഇല്ലേ, ബിഹൈൻഡ് സീൻസ്, അത് കൊടുത്തതിന് ശേഷം, എഡിറ്റിങ്ങിൽ അത് കൊടുത്തതിന് ശേഷമാണ് ഇവർ പറഞ്ഞ സസ്പെൻസ് വരുന്നത്. അപ്പോൾ ഈ ഷൂട്ടിങ്ങൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് ഓൾറെഡി എല്ലാവരും എണീറ്റ് പോയി. അതിനുശേഷമാണ് ഇവർ ഈ സസ്പെൻസ് കൊണ്ടുവച്ചേക്കുന്നത്. ഈ സസ്പെൻസ് എന്തിനായിരുന്നു? അറ്റ്ലീസ്റ്റ് ഈ പെപ്പയുടെ ഒരു കൈ യൂസ് ചെയ്യാൻ അറിഞ്ഞൂടാത്തവന്മാരാണ് ആ സസ്പെൻസ് ഉണ്ടാക്കാൻ പോണത്. എനിക്കറിയാൻ മേല. പെപ്പയുടെ കൈ യൂസ് ചെയ്യാൻ അറിഞ്ഞൂടാ. ബംഗാളി പെപ്പയും കണ്ടത്, ബംഗാളി പെപ്പ, നമ്മളെ മലയാളി പെപ്പയൊന്നും അല്ല. മുടിയും ചുരുട്ടി അതിനകത്ത് കുറേ കളറും ഒടിച്ച് ബോക്സും ഒടിച്ച്, അത് ബോക്സ് കാണാം, വേറെ എന്തോ ഒരു ഹെയർ സ്റ്റൈല്, എന്തോ അത് അരോചകം. ബംഗാളി പെപ്പ കാതിലൊരു കടുക്കനും ഇട്ട്. എന്താ ചോദിക്കും, ഭസ്മം പൂശി കുറേ മാല ഇട്ട് വരട്ടാന്ന്. അല്ല, ഇതിനൊക്കെ ഒരു രീതിയുണ്ട്. ഒരു അടിപ്പടം ആകുമ്പോഴത്തേക്ക്, അടിപ്പടം എന്ന് പറയുമ്പോഴത്തേക്ക് ഇമോഷൻസ് ആണ്. അതിനെ ഇങ്ങനെ കൊണ്ട് നടക്കണം, ഇങ്ങനെ, അല്ലെങ്കിൽ അത് ഫ്ലോപ്പായി പോവും. അതാണ് ഇന്നലെ കാണാൻ സാധിച്ചത്. ഇതിപ്പം 10-20 ഇത് വ്യൂസ് അങ്ങോട്ട് അയക്കണം, അല്ല മിനിറ്റ് അങ്ങോട്ട് അയക്കണം. എഡിറ്റൊന്നും ചെയ്യുന്നില്ല, അപ്പോഴേ ഇടുക. അറിയാൻ മേല.